വെൽക്കം ടു പൈനാപ്പിൾ കിച്ചൺ. അൽഫാമിന്റെ ടേസ്റ്റുള്ള പൊറോട്ട എല്ലാം ദം ചെയ്തിട്ടുള്ള റെസിപ്പിയാണ് ഇന്നത്തേത്. ആദ്യം നമുക്ക് മസാല വരട്ടി വെക്കാൻ അതിന് വേണ്ട സാധനങ്ങൾ എന്തെല്ലാം നോക്കാം. 1 കിലോ ചിക്കൻ ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഒരുപാട് വലിയ പീസ് ആവണമെന്നില്ല, നമുക്ക് കറിക്കെല്ലാം കട്ട് ചെയ്യുന്ന പോലെ ഇത്ര പോകുന്ന പീസുകളായിട്ട് കട്ട് ചെയ്താൽ മതി. ഒരു വലിയ സവോള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 6 വലിയ വെളുത്തുള്ളി, 3 വലിയ പീസ് ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര്, കുറച്ച് കറിവേപ്പില, 3 പച്ചമുളക്, 3 ടേബിൾ സ്പൂൺ തൈര്, അതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ 1 ടേബിൾ സ്പൂൺ അറേബ്യൻ സ്പൈസ് മിക്സ്, 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 3 ടേബിൾ സ്പൂൺ ഓയിൽ, 1 മുട്ട നമുക്ക് മസാല വരട്ടുമ്പോൾ ആവശ്യമില്ല, 3 ടേബിൾ സ്പൂൺ മല്ലിയില, 4 പൊറോട്ട. ഇനി നമുക്ക് ആദ്യം തന്നെ ചിക്കനിലേക്ക് മസാല എല്ലാം എങ്ങനെ പരട്ടി വെക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ആദ്യം എല്ലാതും അരച്ചെടുക്കേണ്ടതാണ്. ഇനി നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന അറേബ്യൻ സ്പൈസ് മിക്സിന് ഉപയോഗിച്ച സാധനങ്ങൾ എന്തെല്ലാം നോക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലി, 1 ടീസ്പൂൺ നല്ല ജീരകം, 1 ബേ ലീഫ്, 7 ഏലക്കായ, 7 കരയാമ്പൂ, 1 ടീസ്പൂൺ കുരുമുളക്, 1 നുള്ള് മഞ്ഞൾപ്പൊടി, 2 വലിയ പീസ് പട്ട. ഇവയെല്ലാം ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുക്കുന്നതാണ്. ഇതിൽ നിന്ന് 2 ടേബിൾ സ്പൂണാണ് നമ്മൾ ചിക്കനിലേക്ക് ചേർക്കുന്നത്. മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് സവോള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയില, കറിവേപ്പില, ചെറുനാരങ്ങ നീര്, അറേബ്യൻ സ്പൈസ് മിക്സിന്റെ പൗഡർ, പെരിഞ്ജീരകം, കുരുമുളക്, മുളക് പൊടി, ഉപ്പ് എല്ലാം ചേർത്ത് കൊടുക്കാം. തൈര്, നല്ല പുളിയുള്ള തൈരാണ് എടുക്കുന്നതെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ തൈരില്ലാതെ അരച്ചെടുക്കണം. പച്ചമുളക് നമുക്ക് ഇപ്പം ചേർക്കേണ്ടതില്ല, അത് നമ്മൾ ദം ചെയ്യുമ്പോൾ അതിന്റെ മേലെ വെക്കാനാണ്. ഇനി വലിയൊരു പാത്രം എടുത്ത് അതിലേക്ക് നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കാം. നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കാം. ചിക്കൻ്റെ പീസ് ഒരുപാട് വലിയ രീതിയിലാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ നന്നായി ഒന്ന് വരഞ്ഞു കൊടുക്കണം. നമ്മളിപ്പോൾ മീഡിയം ലെവലിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്, അത് കാരണം വരഞ്ഞിട്ടില്ല. ലെഗ് പീസ് മാത്രം ഒന്ന് ചെറുതായി ഒന്ന് കുത്തി കൊടുത്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്യണം. ഇങ്ങനെ മിക്സ് ചെയ്തത് കുറഞ്ഞത് ഒരു 3 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. വെക്കാൻ പറ്റാത്തവര് 1 മണിക്കൂറെങ്കിലും എന്തായാലും വെക്കണം. മസാല എല്ലാം നമ്മുടെ പൊറോട്ടയിൽ ഇടുന്ന് വേവുമ്പോൾ ആ പൊറോട്ട കഴിക്കാൻ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. ഉപ്പ് ചെക്ക് ചെയ്യാം. നമുക്കിതിങ്ങനെ കവർ ചെയ്ത് വെച്ചിട്ട് 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ മസാല പറ്റി വെച്ചിട്ട് 3 മണിക്കൂറായിട്ടുണ്ട്. നമുക്കിതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിന് ചിക്കൻ്റെ പീസ് മാത്രം ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഇത് വേണം പൊറോട്ട മുക്കിയെടുത്തിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ. അപ്പോൾ ഈ മസാല മൂടി വെക്കാം. ആദ്യം നമുക്ക് ചിക്കൻ ചെറുതായി ഓയിലൊന്ന് പൊരിച്ചെടുക്കാം. ഒരു പാൻ വെച്ച് കൊടുക്കാം. നന്നായി ചൂടാവുമ്പോൾ 3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ ചൂടായതിനു ശേഷം നമ്മൾ ചിക്കൻ്റെ പീസസ് നിരത്തി വെച്ച് കൊടുക്കാം. ബോൺലെസ് ചിക്കൻ മാത്രം വേണ്ടത് അത് മാത്രം വെച്ചും ഇത് ചെയ്യാം. ഞാനിവിടെ 2 എടുത്തിട്ടുണ്ട്. തീയിൽ മീഡിയം തീയിൽ ഒരു 5 മിനിറ്റിന് ശേഷം നമുക്ക് മൂടി വെക്കാം. നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. നമ്മൾ അടച്ചു വെക്കുന്നതിന് മുമ്പ് 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ വേണ്ടവർക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ മൂടി വെച്ചിട്ട് 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതൊന്ന് തുറന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മളെല്ലാം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. 2 മിനിറ്റ് ഇങ്ങനെ ഇരിക്കണം. അതിനുശേഷം നമുക്ക് ഒന്നുകൂടി അടച്ചെടുക്കാം. അവിടെ ഫുഡായ പൊറോട്ടയും
അറേബ്യൻ ഫുഡായ അൽഫാമിൻ്റെയും രണ്ടും കൂടിയുള്ളൊരു കോമ്പിനേഷനാണിത്. നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. ഈ കാണുന്നത് മുഴുവൻ നമ്മ ഒഴിച്ച ഓയിലുമല്ല, ചിക്കനിൽ നിന്നും നെയ്യ് ഉരുകിയിട്ട് വരുന്നതുകൊണ്ട്. നമ്മൾ ആകെ 3 ടേബിൾ സ്പൂൺ ഓയിലാണ് ഇപ്പോൾ ചേർത്തത്. നമ്മൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊരു 2 മിനിറ്റ് അടച്ചു വെച്ച് വരും. ഒരു 2 മിനിറ്റ് ആയി നമുക്ക് തുറന്നു നോക്കാം. ഇനി ഇത് മൂടി വെച്ച് വയ്ക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ തിരിച്ചും മറിച്ചു വിട്ടിട്ട് വേവിച്ചെടുക്കണം. ഫ്രൈ പാൻ ചെയ്തെടുക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഒട്ടും ഓയിൽ വയ്ക്കാതെ ഗ്രില്ലിങ്ങിൻ്റെ ഐറ്റംസ് ഉണ്ടെങ്കിൽ അതിൽ ചെയ്തെടുക്കാം. വലിയ പീസായിട്ട് വേണമെന്നുള്ളവർക്ക് വലിയ പീസായിട്ടും കട്ട് ചെയ്യാം. നമ്മളിതിങ്ങനെ തിരിച്ചു മറിച്ചിട്ട് തന്നെ വേവിക്കണം. നല്ല കറക്റ്റ് എല്ലാ ഭാഗവും ആയിക്കിട്ടുള്ളൂ. ചിക്കൻ്റെ പീസസ് എല്ലാം റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ബാച്ചും ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. 4 പൊറോട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു വലിയ മുട്ട എടുത്തിട്ടുണ്ട്. ചെറുതാണെങ്കിൽ 2 എണ്ണം എടുക്കാം. ഒരു നുള്ളുപ്പും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് ബീറ്റ് ചെയ്തതാണ്. മിക്സിയിലോ ബീറ്റർ ഉപയോഗിച്ചോ ഫോർക്ക് കൊണ്ടോ എങ്ങനെ വേണം ബീറ്റ് ചെയ്യാം. നമ്മുടെ ചിക്കന് പുകമണം ആവശ്യമുണ്ടെങ്കിൽ ഒരു ചെറിയ കഷ്ണം ചാർക്കോൾ എടുത്ത് കത്തിച്ച് ചിക്കൻ ഫ്രൈ ആയി വരുമ്പോൾ ഒരു ബൗളിലേക്ക് ചാർക്കോൾ വെച്ച് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ച് നന്നായി 10 മിനിറ്റ് അടച്ചു വെച്ചാൽ മതി. അപ്പോൾ ചിക്കന് പുകമണം ഉണ്ടാവും. ഇനി നമ്മുടെ മസാലയുടെ മിക്സിലേക്ക് നമ്മളെടുത്ത് വെച്ച ഒരു പൊറോട്ട ആദ്യം മുക്കിയെടുക്കാം. 2 വശവും നന്നായി മുക്കിയെടുത്തതിന് ശേഷം നമ്മുടെ സോസ് പാൻ എടുത്ത് അതിലേക്ക് പൊറോട്ട ചേർക്കാം. സോസ് പാൻ്റെ അടിയിൽ ആദ്യം കുറച്ച് എണ്ണ പുരട്ടിയെടുക്കണം. നമുക്ക് അടുത്ത പൊറോട്ടയും നമ്മുടെ മസാലയിൽ ഡിപ്പ് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. നമ്മൾ എടുക്കുന്ന പാനിൻ്റെ വലുപ്പത്തിനനുസരിച്ച് പൊറോട്ട വേണമെങ്കിൽ അടിയിൽ 2 എണ്ണം സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ അതിലേക്ക് ചിക്കൻ്റെ പീസസ് എല്ലാം വെച്ച് കൊടുക്കാം. ഫുൾ കവർ ചെയ്യുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് ബാക്കി വെച്ച ഒരു പൊറോട്ട എടുത്തിട്ട് നമ്മുടെ മസാലയും മുക്കിയിട്ട് വെച്ച് കൊടുക്കാം. നമ്മുടെ എഗ്ഗിൻ്റെ മിക്സ് എല്ലാ സൈഡിലൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. പഴയ ഒരു ഫ്രൈ പാനോ മൂടിയോ വെച്ച് ബിരിയാണി ദം ചെയ്യുന്ന രീതിയിൽ നമ്മുടെ സോസ് പാൻ വെച്ച് കൊടുക്കാം. ഒട്ടും എയർ കടക്കാത്ത രീതിയിൽ വേണം വെച്ച് കൊടുക്കാൻ. ഇനി ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നന്നായി ആവി കയറണം. നമ്മൾ എടുത്ത് വെച്ച 3 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പൊറോട്ട റെഡി ആയിട്ടുണ്ട്. ഇനി വേറൊരു ഫ്രൈ പാൻ എടുത്ത് അതിലേക്ക് നമ്മുടെ പൊറോട്ട ഒന്ന് കമഴ്ത്തി കൊടുക്കാം. മുകൾ ഭാഗവും കറക്റ്റ് കുക്കാവാൻ വേണ്ടിയിട്ടാണ്. അടിയിൽ പാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് നമുക്ക് വെക്കാം. ഇനി ഒരു 5 മിനിറ്റ് ഒന്ന് ആവി കയറിയാൽ മതി. അപ്പത്തിനും നമുക്കിത് ഓഫ് ചെയ്ത്. ഇപ്പോൾ നമ്മുടെ പൊറോട്ട റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. എല്ലാവരും ഇഷ്ടമായെങ്കിൽ ഉണ്ടാക്കി നോക്കണം. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.